Hello, I am Divya Brindo. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എന്നും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്ത് മടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കടയിൽ കയറി, ഇന്ന് ഞാൻ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഒന്നും ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നൊന്നും ഓർത്ത് പോയതല്ല, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇത് വേണമെങ്കിൽ ഓൺലൈനിൽ കിട്ടും എന്നൊക്കെ എല്ലാവരും കമൻ്റ് ഇടും. പക്ഷേ നമുക്ക് ഒരു സാധനം കണ്ണിൽ കണ്ട് വാങ്ങുന്ന അത്രയും സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നേരിൽ കണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ. അപ്പം തൊടുപുഴയുള്ള സൈറ ബ്രൈഡൽ ഹബിൽ നിന്നാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയത്. എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ വാങ്ങിയത്. ഒരിക്കലും ഞാൻ എനിക്ക് വെർത്തല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം വാങ്ങി വെറുതെ കാശ് കളയാറില്ല. ഇതെനിക്ക് 100% വെർത്തായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ആദ്യമായിട്ട് തന്നെ ഒരു കിടിലൻ സാധനം കാണിക്കാം. ഒരു മേക്കപ്പ് ബോക്സ് ആണ്. എസ്പെഷ്യലി ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക്ക്, ഐ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇട്ട് വയ്ക്കാനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു പ്ലാസ്റ്റിക് മോഡലിലുള്ള ബാഗായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ സിബൊക്കെ വിട്ട് പോകാറായി. അപ്പം എനിക്കൊരു ക്വാളിറ്റി സാധനം എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിന് ലോക്കും കീയും ഒക്കെ ഉണ്ട്. ഇത് ഭയങ്കര സേഫാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ബ്രാൻഡഡ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പം പലതും മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണെങ്കിൽ നമുക്കെല്ലാം പൂട്ടി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഒത്തിരി കാലമായിട്ട് വാങ്ങണം എന്ന് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ പിന്നെ ആട്ടെ എന്നൊക്കെ ഓർത്ത് ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇതിൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ വയ്യ. വലിയൊരു പ്രൈസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കീ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ കീയും കാര്യങ്ങളുണ്ട്. നമുക്കിത് ലോക്ക് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയ ഫുള്ള് ലിപ്സ്റ്റിക്ക് ഇടാം. ഈ ഒരു ഏരിയാസൊക്കെ നമുക്ക് ഐ മേക്കപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ഇടുന്ന ഡ്രസ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ബ്രഷിൻ്റെ കളറൊക്കെ എപ്പോഴും ഒരു ബ്ലാക്ക് കോൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ വളരെ നല്ലതായിരിക്കും. ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് എത്ര രൂപയ്ക്കാണെന്ന് ഞാൻ പറയാം. വെറും 1980 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു പ്രൈസിന് നല്ലൊരു ബോക്സാണ്. എനിക്ക് നല്ലൊരു ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബോക്സാണ്. ഇനി ഞാൻ ഒരു ബോക്സും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ കൂടിനകത്താണ്. ഇതൊരു സാധാരണ ബോക്സ് ആണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇതുണ്ട്. ഞാൻ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് വാങ്ങിയിരിക്കുന്നത്. ഇതൊരു ലെതർ ഫിനിഷിങ് വരുന്നൊരു ബോക്സാണ്. ഇതിനകത്ത് ഫൗണ്ടേഷനൊക്കെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകും. അതേസമയം തന്നെ നമുക്കിത് ഓപ്പൺ ആക്കി വെച്ച് ഈ ഒരു മിററിൽ നോക്കി നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതും എനിക്കിഷ്ടമായി. 2-3 ബ്രഷൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഒരു ബ്രഷ് ഹോൾഡറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു ബോക്സ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ഇതിൻ്റെ പ്രൈസ് 650 രൂപയാണ്. ഇതും ഈ ഒരു പ്രൈസിന് ഭയങ്കര വെർത്തായിട്ടുള്ളൊരു ബോക്സായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് കൂടി 2-3 എനിക്ക് ഇനി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പയ്യെ വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ എന്തൊക്കെയായിരിക്കും വാങ്ങുന്നത്? പിന്നെ പെണ്ണുങ്ങളല്ലേ, കടയിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സാധനം വാങ്ങാൻ മേലാത്ത. പക്ഷേ കണ്ണ് കണ്ടതൊന്നും വലിച്ചു വരെ എടുക്കുക. നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം ഇനി എനിക്ക് ആവശ്യമുണ്ട്. ഈ കൂടിനകത്തൊന്നുമില്ല. ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു പൊതിയുള്ളൂ. ഈ പൊതിക്കകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റിലെ കണ്ടു കഴിഞ്ഞാൽ കടിച്ച് തിന്നാൻ തോന്നുന്ന 2 സാധനങ്ങളാണ്. ഇത് കണ്ടോ, നെയിൽ പോളിഷ്. നല്ല കളേഴ്സാണ്, നല്ല രസമാണ്. ഇത് പ്ലമ്മിൻ്റെ നെയിൽ പോളിഷാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഇത് ഇട്ട് കാണിച്ചാൽ തന്നെ ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. എസ്പെഷ്യലി റെഡ് കളറ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. 195 രൂപയാണ് ഇതിൻ്റെ വില. അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ വേണമെങ്കിൽ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യും. പക്ഷേ അതല്ല, നമുക്ക് കാണുമ്പോൾ നമുക്ക് കണ്ടെടുത്ത് മേടിക്കുന്ന അത്രയും നെയിൽ പോളിഷ് ഒരിക്കലും ശരിയാവത്തില്ല. ഭയങ്കര ഒരു ടെക്സ്ചറാണ് കേട്ടോ. നല്ലൊരു ഗ്ലോയും ഉണ്ട്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ചെറിയുടെ ഷെയ്ഡാണ്. നല്ലൊരു ചെറുപ്പഴത്തിൻ്റെ ഷെയ്ഡാണ് ഇതിന്. ഭയങ്കര ഒരു
നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ബ്ലൂ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഫിനിഷിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കാണിച്ചിട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ നോർമലി നെയിൽ പോളിഷ് ഇപ്പം അധികമൊന്നും മേടിക്കാറില്ല. പണ്ടൊക്കെ ഒത്തിരി നെയിൽ പോളിഷ് വാങ്ങാമായിരുന്നു. ഒരുപാട് നെയിൽ പോളിഷ് കളക്ഷൻ തന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇതേ ഒരു ബ്രൈഡൽ ആക്സസറി ആണ്. 270 രൂപയാണ്. ഇത് വളരെ അഫോർഡബിൾ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കൊച്ചിയിലൊക്കെ ഞാനിത് വാങ്ങാൻ പോകുമ്പോൾ ഏകദേശം ഒരു 300-400 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഇത് നല്ല ഒരു ആക്സസറിയാണ്, സിമ്പിളാണ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങി. ബുഷ് വാങ്ങി. ഇത് ആക്ച്വലി ഇത് ബ്രൈഡൽ മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അതുപോലെ ബാൻഡ്സ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം വാങ്ങി. ഇത് 40 രൂപയാണ്. പിന്നെ കുറേ പിന്ന് വാങ്ങി കേട്ടോ. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ മുല്ലപ്പൂ സ്ലൈഡ് വാങ്ങി. പിന്നെ നമ്മുടെ കിച്ചാമണിക്കൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി കേട്ടോ. ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കിച്ചാമണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അവളിത് അറിഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് 395 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് അവൾക്ക് കൊടുക്കാം. കിച്ചാമണി വന്നേ, ഇവിടെ ഇരിക്കുക. നീ അല്ലേ പറഞ്ഞ ഞാൻ നിനക്കൊന്നും വാങ്ങി തന്നില്ല എന്നൊക്കെ ഏതാണ്ട് എവിടെയൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. കണ്ണടച്ചേ, കണ്ണടയ്ക്ക്. ഞാൻ പറയാതെ കണ്ണ് തുറക്കരുത് കേട്ടോ. കൈ ഇങ്ങനെ കാണിച്ച്, കൈ കാണിച്ച്, കൈ കാണിക്ക്. അങ്ങനെയല്ല, ചുമ്മാ കൈ ഇങ്ങനെ പിടിച്ചാൽ മതി. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്. ഓട്ടക്കണ്ണ് ഇടരുത്. കണ്ണാടി വെച്ചേക്കുന്നതുകൊണ്ട് ഓട്ടക്കണ്ണിട്ട് നോക്കിയാലും നമ്മൾ അറിയത്തില്ല കേട്ടോ. കൈ കാണിച്ചേ. കൈ ലൂസായിട്ട് പിടിച്ചാൽ മതി, ഒന്നും ടൈറ്റൊന്നും ആക്കണ്ട. കൈ പൊക്കി പിടിച്ചേ. ഇതിങ്ങനെ ഇടാനൊക്കെ ഒരു മുത്തൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആണ്. കണ്ണു തുറന്നോ? ഇഷ്ടമായോ? ഒന്ന് കാണിച്ച്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ആക്സസറീസ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ പിള്ളേർ ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നതൊക്കെ. ഇഷ്ടപ്പെട്ടോ? ഇനി ഞാനൊന്നും വാങ്ങി തന്നില്ല പറയോ? ഇല്ല. ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടമായോ? നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. നല്ലൊരു ഡയമണ്ട്, ആ ഒരു ടൈപ്പ് ഡയമണ്ട് കട്ട് സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോ ഫിനിഷ് ഉണ്ട്. ഈ ഒരു എമൗണ്ടിന് വളരെ നല്ലൊരു ജ്വല്ലറി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒത്തിരി ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആ ഒരു കടയിൽ. നമ്മൾ സൈറ ബ്രൈഡൽ ഹബ്ബ് തൊടുപുഴയ്ക്ക് വരുന്ന ആരെങ്കിലും ഒന്ന് കയറി നോക്കണം കേട്ടോ. അടിപൊളി ഷോപ്പാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ. ബൈ കൊടുത്തേ. ബൈ.